പശ്ചിമേഷ്യയിലെ സ്ഥിതി അതീവ ഗുരുതരമാണ് എന്ന് തോന്നുന്നു. ആശങ്കാജനകമായ വാർത്തകളാണ് അവിടെ നിന്നും പുറത്തു വരുന്നത്. വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് രണ്ട് രാജ്യങ്ങളും കടക്കുന്നുണ്ടോ എന്ന ചർച്ചകളും സജീവമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാഹചര്യമാണ് ഇന്നത്തെ ലീഡേഴ്സ് മോർണിംഗിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നതും. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ PM നാരായണൻ എനിക്കൊപ്പം ചേരുന്നുണ്ട് ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ തത്സമയം. ഗുഡ് മോർണിംഗ് ശ്രീ PM നാരായണൻ, സ്വാഗതം ലീഡേഴ്സ് മോർണിംഗിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശ്രീ PM നാരായണൻ, ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം ഇതിനു മുൻപ് എനിക്ക് തോന്നുന്നു ഒടുവിൽ നമ്മൾ സംസാരിച്ചത് ഒരു 14 ഉടമ്പടിയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പിട്ട സമയത്തായിരുന്നു. അന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു ലോകം വീണ്ടും ഒരു സമാധാനത്തിലേക്ക് പോകുന്നു, ആശങ്കകളുടെ കാർമേഘമൊക്കെ ഇറങ്ങുന്നു എന്നൊരു പ്രതീക്ഷ വരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ 14 ഉടമ്പടി വന്നിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. അതിനുള്ളിൽ തന്നെ ഹോർമൂസിനെ ഒരു കേന്ദ്ര ബിന്ദുവാക്കി വീണ്ടും ചെറിയ ചെറിയ ആക്രമണങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. അതിപ്പോൾ വീണ്ടും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലേക്ക് വഴിമാറുന്നോ എന്നൊരു ആശങ്കയാണ് നിലനിൽക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ ദിവസം മാത്രം ഈ 90 ഇടങ്ങളിൽ, ഇറാനിലെ 90 ഇടങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തുകയുണ്ടായി. 5 പ്രവിശ്യകളിലായിട്ട് 14 പേർ കൊല്ലപ്പെടുകയുണ്ടായി. എല്ലായിടത്തു നിന്നും, നമ്മൾ കാണുന്നിടത്തു നിന്നൊക്കെ വെടിയൊച്ചയും സ്ഫോടനവും ഒക്കെയാണ് കാണുന്നത്. ഇറാൻ ആണെങ്കിൽ അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളായ മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ നിലവിൽ എങ്ങനെ വിലയിരുത്താം ശ്രീ PM നാരായണൻ? ഇത് കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് മാറുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഉള്ള സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ള ഒരു വ്യത്യാസം എന്നത് ഇപ്പോൾ സിവിലിയൻ മേഖലയിൽ കൂടെ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള വാർത്തകൾ കിട്ടുന്നത്. അതിനർത്ഥം ഇതുവരെ മിലിറ്ററി ഏരിയസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അമേരിക്കയുടെ ടാർഗറ്റ് സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇതുകൂടെ പടർന്നിട്ടുണ്ട്. ഇപ്പം ഇത്രയും കാലത്തെ ഒരു യുദ്ധത്തിന്റെ ഒരു പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ സംഘർഷമാണ് അതിലെ ഏറ്റവും രൂക്ഷമായത് എന്ന് വേണമെങ്കിൽ പറയാം. മാത്രവുമല്ല, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ചബഹാർ പോർട്ടിൽ അറ്റാക്ക് നടന്നിട്ടുണ്ട്. ചബഹാർ പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സഹായത്തോടെ ഇറാൻ നിർമ്മിക്കുന്ന പോർട്ടാണ്. ഏകദേശം $120 മില്യൺ ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ യുദ്ധം മറ്റൊരു ലെവലിലേക്ക് മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അമേരിക്കയുടെ ട്രംപ് പലതും പറയുന്നുണ്ട്. പക്ഷേ ട്രംപ് എന്ത് പറയുന്നു എന്നതിനേക്കാൾ, നമ്മളിതിന് മുമ്പ് സംസാരിച്ചു, ട്രംപ് എന്ത് പറയുന്നു എന്നതിനേക്കാൾ കൂടുതൽ ഇറാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനമായിട്ടുള്ളൊരു വിഷയം. ഇറാൻ ഇപ്പോൾ ഇന്നലെ അവരുടെ ഖബറടക്കം കഴിഞ്ഞതാണ്. ഇറാൻ മറ്റൊരു ലെവലിലേക്ക് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഇറാനിൽ വൻ രീതിയിലുള്ള ഈ ജനകീയമായിട്ടുള്ള ഒരു ദേശീയത ആ മേഖലയിലാകെ, ഇറാനിൽ മാത്രമല്ല, ഇന്നലെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇറാഖിലേക്കും അതേപോലെ ലെബനോണിലേക്കും ഒക്കെ ആളുകൾ ഇന്നലെ ഖമേനിയുടെ ഖബറടക്കത്തിന്റെ ആ ഫംഗ്ഷനിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഇമോഷണൽ വേലിയേറ്റം ആ മേഖലയിലാകെ നടക്കുന്നുണ്ട്. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അല്പം താങ്ങാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതുവരെ അമേരിക്ക അവിടെ നടത്തി പോന്നിരുന്നത് ഒരു ഷിയ സുന്നി ഡിവിഷന്റെ ഒരു ഡിവൈഡ് ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറി ഈ യുദ്ധം കൂടുതൽ സങ്കീർണമാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിശ്ചയമായും. ഇപ്പം ശ്രീ PM നാരായണൻ, നമ്മൾ ഈ പറയുന്ന പോലെ ഇറാന്റെ പരമോന്നത നേതാവ്, അദ്ദേഹത്തിന്റെ ഖബറടക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ സമയത്തൊക്കെ, പൊതുദർശനം നടക്കുന്ന സമയത്തൊക്കെയും അവിടെ നമ്മൾ കേട്ട മുദ്രാവാക്യങ്ങൾ ഇസ്രയേലിനും അമേരിക്കയും തകർക്കണം എന്നുള്ള മുദ്രാവാക്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മുഴുവൻ. അതിനെ പ്രകോപനപരമായ രീതിയിലുള്ള അവരുടെ ചില ചെയ്തികൾ പോലും ദൃശ്യങ്ങളായിട്ട് വരികയും ഒക്കെ ചെയ്തു. ശരിക്കും ഇറാൻ എന്തിനാവും ഇങ്ങനെ വീണ്ടും വീണ്ടും ഹോർമൂസിൽ, അതായത് ഞാൻ പറയുന്നത് ഈ ഒരു കരാർ ഒപ്പിട്ടു സമാധാനത്തിലേക്ക് പോവുകയാണ് എന്നൊരു ഇത് വന്നതിന് ശേഷവും എന്തുകൊണ്ടാവും ഹോർമൂസിൽ പ്രകോപനം ഉണ്ടാക്കുന്നത്? ഈ യുദ്ധത്തിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നിയിട്ടുണ്ടാകണം. ഇപ്പം ലോകത്തിൽ 1/5 എണ്ണ വാതകവും ഒക്കെ കടന്നു പോകുന്നത് ഹോർമൂസ് വഴിയാണ്. അപ്പം ഹോർമൂസിൽ നിലവിൽ അമേരിക്കയ്ക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു തിരിച്ചറിവായിരിക്കുമോ ഈ വീണ്ടും വീണ്ടും പ്രകോപനം തീർക്കാൻ ഇറാനെ പ്രേരിപ്പിക്കുന്നത്? ഇതിൽ ഒരു പ്രധാന കാരണം എന്നത്, കഴിഞ്ഞ 40 വർഷമായി ഉപരോധത്തിന്റെ ഈ കൊടും ചൂടിൽ ജീവിച്ചൊരു രാജ്യമാണ് ഇറാൻ എന്നത്. അതിന്റെ കയ്യിൽ ഇപ്പോൾ വീണ് കിട്ടിയ ആയുധമാണ് ഹോർമൂസ്. ഇത്രയും കാലം ഇറാൻ അത്തരത്തിലുള്ള ആയുധത്തിന്റെ സാധ്യതയെക്കുറിച്ച് വലിയ ബോധ്യമുണ്ടായിരുന്നില്ല.
ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ പിടിച്ചടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആയുധമാണ് ഈ ഹോർമോസ്. അതാണ് ഇപ്പോൾ ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ MOU നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ ഒപ്പുവെച്ചു എന്ന് പറയുന്നതിലെ ആദ്യ 1-2 പോയിന്റ്സ് എന്ന് പറയുന്നത് ഈ ഹോർമോസിന്റെ നിയന്ത്രണ മാർക്ക് എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, ഇത് നിയന്ത്രണം എന്നുള്ളത് മാത്രം അതിൽ ചുങ്കം പിരിക്കാനുള്ള അധികാരം എന്ന് നോക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വലിയൊരു എണ്ണയുടെ ഒഴുക്ക് ഈ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നത് ഈ മേഖലയിലൂടെയാണ്. അതിന്റെ കരുത്ത് എന്താണെന്ന് ഇറാന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതാണ് ഇപ്പോൾ ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ചേർത്ത് നമ്മൾ പറയേണ്ട ഒരു കാര്യം കൂടെ എന്താണെന്ന് വെച്ചാൽ ഈ ഹോർമോസിന്റെ കരുത്ത് എത്ര കാലം നിലനിൽക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം. കാരണം അറബ് മേഖലയിലെ മറ്റു രാജ്യങ്ങൾ മറ്റു പല വഴികളും തേടുന്നുണ്ട്. ഈ മേഖല അറബ് മേഖലയുടെ അല്ലെങ്കിൽ GCC രാജ്യങ്ങളുടെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ അവർക്ക് അറിയണ്ടായിരുന്നില്ല ഈ ഹോർമോസിൽ കൂടെയാണ് ചരിത്രാതീത കാലം മുതൽ പിന്നെ എണ്ണ ഒഴുകിക്കൊണ്ടിരുന്നത്. ഇവർക്ക് മറ്റ് വഴികളൊന്നും അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അവർ ആൾട്ടർനേറ്റ് റൂട്ട്സ് എല്ലാം ചിന്തിക്കുന്നുണ്ട്. UAE പുതിയ റോഡ് മാർഗങ്ങളെല്ലാം ആലോചിക്കുന്നുണ്ട്. സൗദി അറേബ്യ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിലപ്പം മേ ബി 1 year down the line ഈ ഹോർമസ് എന്നതിന്റെ പ്രാധാന്യം കുറയുമായിരിക്കും. ഈ രീതിയിലുള്ള ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എത്രത്തോളം കൂടുതൽ ഇത് വെച്ച് ബാർഗെയിൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കൂടുതൽ അത് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഇറാന്റെ ഒരു നിലപാട്. അതിന്റെ ഇക്കണോമിക് സാഹചര്യം അതാണ്. പൊളിറ്റിക്കൽ സാഹചര്യം, ആ രാജ്യത്തിനകത്തുള്ള പൊളിറ്റിക്കൽ സാഹചര്യം വളരെ രീതിയിൽ മാറിയിട്ടുണ്ട്. കാരണം ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മളെല്ലാം കണ്ടതാണ്, ജനുവരി മാസത്തിലെല്ലാം വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം എടുത്ത റെജീമിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം നമ്മളെല്ലാം കണ്ടതാണ്. പക്ഷെ അതും ഇപ്പോൾ സെറ്റിൽ ഡൗൺ ആയിട്ടുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ ഇറാന്റെ രാഷ്ട്രീയമായ സാഹചര്യം, അതിന്റെ ഇക്കണോമിക് ആയിട്ടുള്ള സാഹചര്യം, അതിന്റെ ഒരു ഡിഫൻസ് സ്ട്രാറ്റജിക് ആയിട്ടുള്ള സാഹചര്യം എല്ലാം ആ രാജ്യത്തിന് തൽക്കാലത്തേക്കെങ്കിലും അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു സംശയം, ഇവിടെ ഇപ്പം ഈ ഹോർമൂസിലെ അന്താരാഷ്ട്ര ജലപാത എന്ന് പറയുന്നത് അത് സാങ്കേതികമായി ഇറാന്റെയും ഒമാന്റെയും സമുദ്രാതിർത്തിക്കുള്ളിലാണല്ലോ വരുന്നത്. ഇപ്പം ഇറാന് ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായിട്ട് അത് അംഗീകരിച്ച് നിയമ നടപടികളിലേക്ക് കടന്നിട്ടില്ല. അപ്പൊ ശരിക്കും ഈ ഒരു പഴുതിനെ ഇറാൻ നിലവിൽ ദുരുപയോഗം ചെയ്യുകയല്ലേ? അങ്ങനെ വിലയിരുത്തിക്കൂടെ? തീർച്ചയായിട്ടും ഇറാൻ ദുരുപയോഗം ചെയ്യാണ്. ഇറാനിന്റെ ആർഗ്യുമെന്റും അതാണ്, ഞങ്ങളിത് ഞങ്ങളുടെ മാത്രം പാതയായിട്ട് ഉപയോഗിക്കും. അതാണ് അവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഈ ഇറാന്റെ ഇത് നിലപാടുകൾ തുറന്നു കൊടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ അഗ്രിമെന്റ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്യപ്പെടുന്നത്. അതിന്റെ നമ്മൾക്കറിയാം അതിന്റെ ഒരു രീതി എന്താ വെച്ചാൽ അതിന്റെ വടക്കൻ മേഖല മുഴുവനാണ് ഇറാന്റെ കയ്യിൽ, ഈസ്റ്റേൺ ബെൽറ്റ് മുഴുവൻ ഇറാന്റെ കയ്യിലാണ്. മറ്റേ സൈഡ് ഒമാന്റെയും മറ്റ് അറബ് രാജ്യങ്ങളുടെയും കയ്യിലുമാണ്. അപ്പൊ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത് മറ്റു സൈഡും കൂടെ തുറന്നു കൊടുത്ത് അതിൽ കൂടെ എണ്ണ ഒഴുകാൻ അനുവദിക്കുക. ഇറാന്റെ കയ്യിൽ പിന്നെ ഒരു ആയുധം ഇല്ലാതാവും. ഇത് തന്നെയാണ് ഇറാന്റെ പ്രശ്നം. അതുകൊണ്ട് തങ്ങളുടെ കയ്യിൽ ഉള്ള ഈ ആയുധം അല്ലെങ്കിൽ തങ്ങളുടെ നിയന്ത്രണത്തിലല്ലാതെ ഒരു കപ്പൽ പോലും അതിലൂടെ കടന്നു പോകാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു കടും പിടുത്തമാണ് ഇറാന്റെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ട്. അതിനെതിരെയാണ് ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ, ഇപ്പൊ അമേരിക്ക മാത്രമല്ല, ഇപ്പം ഗൾഫ് മേഖലയിലെ മറ്റ് രാജ്യങ്ങളെല്ലാം ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. ഇവരോട് അമേരിക്കയുമായി സംസാരിക്കാൻ വേണ്ടി ഇവർക്ക് ഇടനിലക്കാരായുള്ള രാജ്യങ്ങൾക്കെതിരെ പോലും ഇറാന്റെ ബോംബ് വർഷം നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത് അവരുടെ ഹിറ്റിംഗ് അബൌവ് ദ ബെൽറ്റ് എന്ന് പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എത്രത്തോളം ഇതിനെ ഈ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ആ രാജ്യത്തിന് സാധിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വലിയ രീതിയിലുള്ള അറ്റാക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്, അതായത് സിവിലിയൻ കേന്ദ്രങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട്. അത് പിന്നീട് സബ്സൈഡ് ആവുകയും സീസ് ഫയർ ഉണ്ടാവുകയും മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുകയും ചെയ്ത് ഇപ്പോൾ കാര്യങ്ങൾ ഒരു ബന്ധം സ്റ്റെബിലൈസ് ആയി നിൽക്കുന്ന അവസരത്തിൽ അതിലും മുന്നോട്ട് പോയി കൂടുതൽ ആവശ്യങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നും വരുന്നു എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ഉദാഹരണമായിട്ട് പറയാം. അപ്പം ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്നുണ്ടായിരുന്ന ന്യൂക്ലിയർ ഇഷ്യൂ ആയിരുന്നു. ന്യൂക്ലിയർ ഇഷ്യൂവിൽ നിന്ന് മാറി ഹോർമസിലേക്ക് അത് സ്വിച്ച് ചെയ്തു. ഹോർമസിൽ നിന്ന് മാറി അത് ലെബനോണിന്റെ ഇസ്രായേലിന്റെ അറ്റാക്കിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ അതും മാറി ഇപ്പം ഉപരോധങ്ങളെ നീക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഡിമാൻഡ്സ് ഓരോ ദിവസം കഴിയും തോറും കൂടി വരുന്നുണ്ട്. അതിനനുസരിച്ച് പ്രതികരിക്കാൻ അമേരിക്ക തയ്യാറാവുന്നില്ല. ഈ കോൺഫ്ലിക്റ്റ് തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം.
അതിന്റെ കൊലാറ്ററൽ വിക്ടിംസ് എന്ന് പറയുന്നത് GCC രാജ്യങ്ങളാണ്, അറബ് രാജ്യങ്ങളാണ്. അപ്പം അമേരിക്ക ഇറാനെ അടിച്ചു കഴിഞ്ഞാൽ ഇറാൻ പോയി അടിക്കുന്നത് GCC അറബ് രാജ്യങ്ങളെയാണ്. നമ്മൾ പലപ്പോഴും അടി തിരിച്ചു കൊടുക്കുന്ന അമേരിക്കക്കല്ല, അമേരിക്കയുടെ താല്പര്യങ്ങൾ എന്ന് പറയുന്ന GCC രാജ്യങ്ങളിൽ പോയിട്ടാണ് അവര് തിരിച്ചടിക്കുന്നത്. അങ്ങനെ GCC അറബ് രാജ്യങ്ങളെ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അതിനോടുള്ള ദോഷം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും ഉണ്ട്. ഇപ്പൊ ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ കൊളാറ്ററൽ വിക്ടിംസ് എന്ന് പറയുന്ന അറബ് രാജ്യങ്ങളാണെങ്കിൽ അതിലെ ഏറ്റവും രണ്ടാമത്തെ കൊളാറ്ററൽ വിക്ടിംസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പോലെ രാജ്യങ്ങളാണ്. ഇന്ത്യയെ പോലുള്ള എന്ന് പറഞ്ഞാൽ കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങൾ പോലുമാണ് അതിന്റെ ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ. യെസ്, ഇപ്പം ഇനിയിപ്പം എന്തായിരിക്കും ശ്രീ PM നാരായണൻ? കാരണം എന്ന് വെച്ചാൽ മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൽ ഖത്തറിൻ്റെയൊക്കെ ഇടപെടൽ നിർണായകവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ രാജ്യങ്ങൾക്ക് മേൽ കൂടി ഇറാൻ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു യുദ്ധത്തിലേക്കൊക്കെ വീണ്ടും പോകുമോ? ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം വീണ്ടും ഉടലെടുക്കുമോ? അതോ മറ്റു രാജ്യങ്ങളൊക്കെ ഇടപെട്ട് ഈ നിലവിലെ ഈ ഒരു സാഹചര്യത്തെ തണുപ്പിക്കാനും ഇടയുണ്ടോ? മറ്റു രാജ്യങ്ങളെല്ലാം ഇടപെട്ട് സാഹചര്യത്തെ തമടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ ഇറാന്റെ കയ്യിലുള്ള ഈ ഹോർമോസ് എന്നത് ഒരു ഓൺ ഓഫ് സ്വിച്ച് ആണ്. അത് പലപ്പോഴും ഓണാക്കാം അല്ലെങ്കിൽ ഓഫാക്കാം എന്നുള്ള ഒരു കാര്യം ഇറാന് അറിയാവുന്നതാണ്. ഇത് മാത്രമല്ല, അമേരിക്കയ്ക്കും ഇത്തരത്തിലുള്ള ചില താല്പര്യങ്ങൾ ആ മേഖലയിലുണ്ട്. കാരണം അമേരിക്കയാണ് ഈ GCC മേഖലയുടെ പ്രൊട്ടക്ടർ എന്നുള്ളത് അമേരിക്കയ്ക്ക് ആവർത്തിച്ച് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം വില എന്നത് വലിയ പ്രധാന ഘടകമാണ്. അത് ഒരു ലാഭകരമായിട്ടുള്ള പ്രക്രിയയല്ല. ഇപ്പൊ ഈ പാറ്റേൺ നോക്കിയാൽ പറ്റും, എപ്പോഴാണോ ഓയിൽ $70 കുറയുന്നത് ആ മേഖലയിൽ സംഘർഷം ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള ഒരു പാറ്റേൺ ഹിസ്റ്റോറിക്കലി നമുക്ക് കാണാവുന്നതാണ്. അപ്പം ഇപ്പം നമുക്കറിയാം ഈ യുദ്ധം അവസാനിച്ചു എന്നുള്ള വാർത്ത വന്നതോടുകൂടെ ഓയിൽ വില ഏകദേശം 72 മേഖലയിലേക്ക് മാറുകയുണ്ടായി. അത് വീണ്ടും യാതൊരു പ്രകോപനമില്ലാതെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും യുദ്ധം ഉണ്ടായി. ഞാനിത് പറയാൻ കാരണം അമേരിക്ക ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഓയിൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. അമേരിക്ക മാത്രമല്ല, ഇപ്പൊ വെനിസ്വേല കൂടെ അമേരിക്കയുടെ കയ്യിൽ കിട്ടിയതിലൂടെ ഓയിലിന്റെ ഉൽപാദനം എന്നത് അമേരിക്കയുടെ ഒരു മൊണോപോളി ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഓയിലിലെ വില വർധന എന്നത് ഇൻഡയറക്ട്ലി അമേരിക്കയ്ക്ക് ബെനിഫിറ്റ് ചെയ്യും. അത് ഞാൻ പറയുന്നത് നേരിട്ടല്ല, ഇൻഡയറക്ട്ലി അമേരിക്കയ്ക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ അങ്ങനത്തെ ഒരു പാറ്റേൺ നമുക്ക് ഇതിനകത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിശ്ചയമായും. ശ്രീ PM നാരായണൻ, അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അപ്പോൾ അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ.